ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ എടുക്കാനായിട്ട് മീൻസ് ഓടിച്ച് പരിചയം ഈ തള്ളാണെന്ന് പലരും പറയുന്നത് മേ ബി ഓടിച്ച് പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ അത് മാറ്റാൻ പറ്റും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ഡേഞ്ചറസ് ആണ്, ഇല്ലീഗൽ ആണ്, ഇമ്പോസിബിൾ ആണ് നിയർലി. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വണ്ടിയായതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റും. ശ്രീനിവാസൻ പറഞ്ഞ പോലെ പോളിടെക്നിക്കിൽ പോയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ നീങ്ങുമെന്ന് അറിയാം. ഓക്കെ, സ്റ്റിയറിംഗ് ബാലൻസ് മാത്രമായിരിക്കും അവിടെ ലാക്ക് ചെയ്യുന്നത്. പക്ഷെ അത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഓക്കെ, അത് പറ്റും ആർക്കും കൊണ്ടും പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈസിയാണ്, ഉറപ്പായിട്ടും. പക്ഷെ ചെയ്യരുത്, അത് റിസ്ക് ആണ്. ഈ പറഞ്ഞ പോലെ കാർ ബൈക്ക് അഡ്വൈസർ ആ ഒരു ഭയമാണല്ലോ നമ്മൾ ഇൻസ്റ്റയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് മെയിൻലി ആ ഒരു ജോബ്, എന്താ സംഭവം? ഞാൻ ശരിക്കും ചെയ്യുന്നത് വണ്ടി വാങ്ങാനായിട്ട് ആളുകളെ സഹായിക്കാനുള്ളതാണ്, വീഡിയോയിലൂടെ. അതല്ലെങ്കിൽ മുമ്പ് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അല്ലാണ്ട് നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് കൺസൾട്ട് ചെയ്യാറുണ്ട്. ശരിക്കും ഒരു പുതിയ വണ്ടി വരുമ്പോൾ എത്രയോ വണ്ടികൾ വരുന്നുണ്ട്. ഏത് വണ്ടി വാങ്ങണം എന്നുള്ളത് ആളുകൾക്ക് സംശയമായിരിക്കും. ഇപ്പൊ വണ്ടികൾ എനിക്ക് തോന്നുന്നു വിരലെണ്ണാൻ കഴിയാത്ത അത്രയും വണ്ടികളുണ്ട്. ഒരാളൊരു വണ്ടി വാങ്ങുമ്പോൾ അയാളുടെ പ്രൈസ് റേഞ്ചിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ വണ്ടികളുണ്ട്. അപ്പോൾ ആ ആൾക്ക് ചേരുന്ന ഒരു വണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അതിന് ഇത് കൊള്ളില്ല എന്നുള്ളത് കൊള്ളില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ആളുകളെ അവബോധം കൊടുത്ത് വണ്ടി മേടിപ്പിക്കാൻ പറ്റുമോ നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. അതാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയതായിട്ടൊരു കാർ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും മെയിൻലി ബഡ്ജറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണല്ലോ. അപ്പോൾ ബെസ്റ്റ് ബഡ്ജറ്റ് കാർസ് ഒരു 10 lakhs വരുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ്, അത്യാവശ്യം നല്ലപോലെ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കാർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? അതിനൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചു കാലം മുന്നേ വരെ ഹാച്ച് ബാക്കുകളായിരുന്നു ആളുകൾക്ക് വാങ്ങാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു സമയത്ത് ഓൾട്ടോ, വാഗണാർ അങ്ങനെയുള്ള വണ്ടികളുടെ ഒരു സെയിൽസ് ആയിട്ട് നോക്കുമ്പോൾ ആദ്യ 5-6 ലിസ്റ്റിലൊക്കെ കണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. ഇപ്പൊ ആളുകളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറിയതാണോ, ലോണുകളുടെ അവൈലബിലിറ്റി ഈസി ആയതാണോ, എനിക്ക് അങ്ങനെ പറയുമ്പോൾ അതല്ല. എന്നാലും ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ഒരു വാഗണർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ ഓക്കെ എന്നാ വേണ്ട, ഒരു വെന്യൂ മേടിക്കാം, അല്ലെങ്കിൽ ഒരു സോണറ്റ് മേടിക്കാം എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 10 ലക്ഷം എന്നുള്ളത് ഒരു ബോർഡർ ലൈൻ അല്ല. ഇപ്പൊ ആളുകൾ വാങ്ങുന്നത് 10 ലക്ഷത്തിന്റെ 13 ലക്ഷത്തിന്റെ 14 ലക്ഷത്തിന്റെ ഉള്ളിലാണ്. വണ്ടികൾ പ്രൈസും കൂടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാങ്ങാൻ പറ്റിയ വണ്ടികൾ, ആ ഒരു റേഞ്ചിൽ നോക്കുന്ന വണ്ടികൾ, ആളുകൾ വാങ്ങുന്ന വണ്ടികൾ, ഞാൻ പറയുന്നത് കൂടുതൽ വാങ്ങുന്ന വണ്ടികൾ, ഒന്ന് ഫ്രോങ്സ് ആളുകൾക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ്, ഒത്തിരി വലുപ്പം കൂടിയ വണ്ടിയാണ്. അതുപോലെ കിയ സോണറ്റ് വാങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മഹീന്ദ്ര 3X ഒക്കെ ഹിറ്റാവാൻ കാരണം ഈ ഒരു സൈസിന്റെ ഒരു ഗുണം തന്നെയാണ്. അത് വലിയ വലുപ്പവും അതുപോലുള്ള ആളുകളെ ആകർഷിക്കുന്നതും. ഇപ്പോൾ പവറും അല്ലെങ്കിൽ ടോർക്കൊന്നും എല്ലാം നോക്കുന്നത് പണ്ട് മൈലേജ് ആയിരുന്നു. ഇപ്പൊ അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പൊ മൈലേജിനോട് വലിയ ഒരു ആവശ്യമില്ല. ഓക്കെ, ഒരു 10-12 കിട്ടിയാലും മതി, വണ്ടി കാണാൻ ഒരിത്തിരി പോഷ് വേണം അല്ലെങ്കിൽ ഒരു വലുപ്പം വേണം എന്നുള്ള മൈൻഡിലേക്ക് ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോമ്പാക്ട് എസ് യു വികളാണ് കൂടുതൽ ആളുകൾ മേടിക്കുന്നത്, ചെറിയ കാറുകളല്ല. ആ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ അത് വീണ്ടും മാറും. ഇനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകും, പ്രീമിയം കാറിലേക്കും ആളുകൾ കാശുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആളുകൾ വാങ്ങുന്ന അതിന്റെ ഒരു പാറ്റേണും കുറെ കൂടെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതുകൊണ്ടായിരിക്കും അല്ലെ നമ്മുടെ നാട്ടിലും ഇപ്പൊ നമ്മൾ ഇപ്പൊ കൊച്ചിയിലോട്ടൊക്കെ ഇറങ്ങിയാലും ഇവിടെ ഇല്ലാത്ത കാർസ് ഒന്നുമില്ല, എല്ലാ കാർസും കാണും. ഇപ്പൊ നിങ്ങൾ നോട്ടീസ് ഒന്നും അറിയാൻ പാടില്ല. മുന്നേ നമ്മൾ ഓൾട്ടോയും വാഗണാറും കണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പൊ കാണുന്നതെല്ലാം കുറച്ചുകൂടി വലിയ വണ്ടികളാണ് കൂടുതലും. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും എല്ലാവരും വാങ്ങുന്ന വണ്ടികളെല്ലാം കൂടിയ വണ്ടികളാണ്. കൂടിയ പറയുമ്പോൾ വലിയ കൂടുതലല്ല, വലിപ്പ കൂടുതൽ വണ്ടികളാണ്. ഇപ്പോൾ നമ്മൾ കാസിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം മോഡിഫിക്കേഷൻസ് നമ്മുടെ പുറത്ത് കാസൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്കും ഒരുപാട് മോഡിഫിക്കേഷൻസ് ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നമ്മുടെ നാട് വളർന്നിട്ടില്ല എന്ന് പറയാനുള്ളത്. അതായത് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ അമേരിക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കൺട്രികൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് അപ്പ് ബിൽഡ് ചെയ്ത് വണ്ടി ഉണ്ടാക്കാനും അതുകൊണ്ട് സർട്ടിഫൈ ചെയ്ത് ഓടിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ബോഡി ഇല്ല, ഇവിടെ അങ്ങനെ ഒരു ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ പാർട്സും കാര്യങ്ങളും നമുക്ക് വാങ്ങാൻ മാത്രം പറ്റുള്ളൂ. അതായത് സെയിൽസ് ഉണ്ട്, പക്ഷെ അത് വാങ്ങി നമ്മൾ ഫിറ്റ് നമ്മൾ ചെയ്യുന്നത് ഇല്ലീഗലായി. സെയിൽ മോട്ടോർ വാഹന വകുപ്പല്ലോ ചെയ്യുന്നത്. അത് കേരളത്തിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. സെയിൽ ആവാം, കുഴപ്പമില്ല. പക്ഷെ വാങ്ങി ഇപ്പൊ സിഗരറ്റും ബീഡിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. വാങ്ങി ഉപയോഗിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. വിൽക്കുന്നുണ്ടല്ലോ ഈവൻ മദ്യപാനം അനുവദന ആരെയാണ് പറയുന്നത്, പക്ഷെ മദ്യം വാങ്ങുന്നുണ്ട്. ഓക്കെ, അതുപോലെ വാങ്ങാൻ പറ്റും. പക്ഷെ നമുക്കൊരു ബോഡി ഇല്ല, ഒരു ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാൻ പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, മോഡിഫിക്കേഷൻ വാക്കേ വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത് റോഡ് വർത്തി ആണോ എന്ന് നോക്കാനുള്ള ഒരു ബോഡി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഏജൻസി ഉണ്ടാവുക. അവർ ആ പേപ്പറിൽ ഇത് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്, റോഡ് ലീഗലാണെന്ന് എഴുതി കൊടുക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് എല്ലാ വാഹന പ്രേമികളെയും പോലെ വണ്ടി പ്രാന്തന്മാരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ മന്ത്രി ഇപ്പൊ ഗണേഷ് കുമാർ സാറൊക്കെ മന്ത്രിയായിട്ടിരിക്കുമ്പോഴും പുള്ളിയുടെ എന്തൂസിയാസ്റ്റ് ആയിട്ട് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. അത് ഒരു വലിയ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ. എന്തെങ്കിലും മാറ്റങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ, പോസിബിലിറ്റീസ് ഉണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മന്ത്രിയായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മന്ത്രിയായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിൽ എത്തുമ്പോൾ
ഇതിൽ മാറ്റങ്ങൾ വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പം എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ഒരു വെളിച്ചമൊന്നും ഞാൻ ടണലിൻ്റെ അറ്റത്ത് കാണുന്നില്ല. ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വണ്ടിയെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ആരും മനസ്സിലാക്കുന്നില്ല അല്ലേ? അത് ഹാപ്പിനെസ് മാത്രം പറയാൻ പറ്റില്ല. അത് ഒരു വണ്ടി ഒരിത്തിരി പേഴ്സണലൈസ് ചെയ്ത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഫീൽ ഉണ്ട്. ഇപ്പൊ നമുക്ക് ചില ആളുകൾക്ക് മനസ്സിലാവൂല, സാധാരണക്കാർക്ക്. ഇപ്പൊ ഒരു അലോയ് വീലിന്റെ ഡിസൈൻ മാറ്റി വേറെ അലോയ് വീൽ ഇട്ടു, അത് കണ്ട ചില ആളുകൾക്ക് മനസ്സിലാവില്ല, എന്തിനു മാറ്റി എന്ന് പോലും മനസ്സിലാവില്ല. പക്ഷെ അതൊരു മനസ്സിന്റെ ഉള്ളൊരു സുഖമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു ഹെഡ്ലൈറ്റിന്റെ ഉള്ളിലെ ബൾബ്, ഒരു പാർക്ക് ലൈറ്റിന്റെ ബൾബ് മാറ്റിയിട്ട് ഒരു ചെറിയ LED ഇട്ടിട്ട് അതുകൊണ്ട് ആഹ്ലാദിക്കുന്ന ആളുകളുണ്ട്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒന്നുമില്ല, അത് മനസ്സിലാവില്ല എന്താ ചെയ്യുന്നുള്ളത്. അപ്പൊ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സുകളാണ്. നിയമം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്, ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ കാറിന് വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പോൾ ആരും അധികം ശ്രദ്ധിക്കാത്ത പോകുന്ന കാര്യമായിരിക്കും. ബട്ട് കുറച്ചേറെ പൈസ മുടക്കി കസ്റ്റമൈസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ ഒരു കാറിന് വേണ്ടിയിട്ട്? എന്റെ വണ്ടികൾ എപ്പോഴും ഞാൻ എന്റെ ഒരു ചെറിയ പേഴ്സണൽ ടച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ വാങ്ങിയ വണ്ടി ഫോർഡ് ആസ്പെയർ ആയിരുന്നു ആദ്യം മേടിച്ചത്. അന്ന് അത് ടാക്സി മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള വണ്ടിയാണ്. അതിന്റെ അലോയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി, അത് തന്നെ വാങ്ങി കുറച്ച് കൂടിയ വണ്ടിയുടെ മേടിച്ചിട്ട് ഒന്ന് ചെയ്യാറുണ്ടായിട്ട്. പക്ഷെ ഞാൻ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാറില്ല. വെച്ചാൽ എഞ്ചിൻ റീമാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ഒന്നും ചെയ്യാറില്ല. കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമം നമ്മൾ പാലിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വച്ചേക്കാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാം എന്നുള്ള. അങ്ങനെ ആഗ്രഹിച്ച് വെച്ചേക്കുന്നത് എന്താ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വണ്ടി ഒരിത്തിരി കൂടി ട്യൂൺ ചെയ്ത് പവർ കൂട്ടുന്ന ആഗ്രഹമുണ്ട്. ഒന്ന് ബ്രേക്കെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഒരിത്തിരി കൂടി ഒരു മസിൽ കാർ പോലെ പവർ കൂട്ടി ഓടിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്. അതുപോലെ ജിമ്മിനിക്ക് ഒരു പ്രോപ്പർ ഓഫ് റോഡ് ആയിട്ട് ലിഫ്റ്റ് കിറ്റ് ഒക്കെ വെച്ച് ആ വണ്ടി കാണുമ്പോൾ തന്നെ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റില്ല. ഇത് ഈ പൈസ എന്ന് പറയുന്നതും ഇതിപ്പോ നമ്മളിപ്പോ ഒരു പക്ഷെ ഭക്ഷണം കഴിച്ചില്ലെന്ന് വരും, ഡ്രസ്സ് മാറ്റില്ലെന്ന് വരും, അല്ലെങ്കിൽ വാങ്ങിയില്ല എന്ന് വരും, ഒരു യാത്ര മാറ്റി വയ്ക്കും, എന്നിട്ട് ആ കാശ് വണ്ടിക്ക് ചെലവാക്കും. അത് വേറൊരു മൈൻഡ് സെറ്റാ. അത് കാശ് ഉണ്ടാവുമല്ല, അത് ഉണ്ടാക്കണല്ലോ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും അതിന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ നമ്മൾ യൂഷ്വലി റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ സ്ത്രീകൾ കാർ ഓടിക്കുന്ന സമയത്തൊക്കെ പലരും ഇങ്ങനെ കളിയാക്കാറൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല. ശരിക്കും കംപ്ലീറ്റ്ലി മൊത്തത്തിൽ അങ്ങനെ പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്? അല്ല, അത് തെറ്റാണ്. ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾ നന്നായിട്ട് വണ്ടി ഓടിക്കും. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് അറിയാം നന്നായിട്ട് വണ്ടി ഓടിക്കുന്നത്. എന്റെ വൈഫ് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ഈ വണ്ടി ഓടിക്കുന്ന അത് ആളുടെ മൈൻഡ് സെറ്റാണ് എപ്പോഴും. അതായത് എന്തോ സ്ത്രീകളോട് ഒത്തിരി താഴ്ന്ന ആളുകളാണെന്നുള്ളൊരു പെരുമാറ്റം നമ്മുടെ നാട്ടിലുണ്ട്. അത് മറച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല, ഉറപ്പായിട്ടുള്ളതാണ്. ആ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അത് റോഡിലും കാണാനേ ഉള്ളൂ. അത് ചെയ്യേണ്ട കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന് മാത്രമൊന്നും ആളുകൾക്ക് വളർച്ചയുണ്ടായിട്ടില്ല മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സ്കൂട്ടർ പോകുന്നു അല്ലെങ്കിൽ ഒരു കാർ ഓടിച്ച് പോകുന്നു, മുന്നിൽ പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്ത് കയറി പോവുക എന്നുള്ളത് എന്തോ ഒരു വലിയ ഒരു മസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട്. തിരിഞ്ഞു നോക്കി ചിലപ്പോൾ ചീത്തയും പറഞ്ഞിട്ട് പോകും. ഒരു കാര്യമില്ല.